ഹേ ഗൈസ്, ഈ തൊട്ടാൻ ബാഗ് കൊണ്ട് വീഗാലാൻഡ് ടൂർ പോകുന്നല്ല, എനിക്കൊരു ചെറിയ സർജറി ആക്കാൻ പോകുന്ന പോക്കിത്. അങ്ങനെ അഡ്മിറ്റ് അവന് നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തി. ഒരു ദിവസം മുമ്പ് അച്ഛൻ്റെ അമ്മയുടെ ആനിവേഴ്സറിക്ക് സർപ്രൈസ് എല്ലാം കൊടുത്ത് അവരെ നെറ്റിച്ച്. പിറ്റേ ദിവസം ഞാൻ ശരിക്കും നെറ്റി. ഒടുക്കത്തെ വയറുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ടാകുമ്പോൾ അർജന്റ് ഒരു സർജറി വേണോ. കൂടുതൽ പുറത്തുനിന്ന് മന്തിയോ അൽഫാമല്ല തിന്നുന്ന പിള്ളേർ ഒന്ന് സൂക്ഷിച്ചോ. എനിക്കിങ്ങനെ തിന്നിട്ട് അപ്പൻഡിക്സ് പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഓപ്പറേഷൻ ആക്കുന്നത്. അപ്പോൾ തന്നെ എന്റെ ഈ ബോഡിക്ക് കുത്തിക്കയറ്റുള്ള കുറെ ഐറ്റം അമ്മ മെഡിക്കലിൽ നിന്ന് കൊണ്ടുവന്നു. കുറെ ഐറ്റം ഉണ്ട്. പിന്നെ കയ്യിലേക്കുള്ള ഒരു സാധനം ഫിറ്റ് ആക്കി. മോനെ ഓപ്പറേഷൻ ആക്കാൻ കൊണ്ടുപോകാൻ കിടത്തിട്ടുണ്ടാകുമ്പോൾ അമ്മ അവിടെ എനിക്ക് തിരുവാതിര കളിച്ചുകൊണ്ട്. സംഭവം ഒരാഴ്ച കഴിഞ്ഞാൽ നാട്ടിൽ ഉത്സവം. അപ്പൊ തിരുവാതിരത്തിന് പേരെല്ലാം കൊടുത്തിന്. ഇപ്പൊ ഹോസ്പിറ്റലിൽ തിരുവാതിര പ്രാക്ടീസ് ആക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. പാവം. അപ്പൊ ഓപ്പറേഷൻ ഇനി കുറച്ച് നേരം ഉള്ളൂ എന്ന് പറഞ്ഞ് എന്നെ ട്രിപ്പ് ഇട്ട് കിടത്തി. ഇതിപ്പോ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് സർജറി ഔട്ട്ഫിറ്റ് ചെക്ക്. നല്ല പച്ച ഡ്രസ്സെല്ലാം ഇട്ടിട്ട് എന്നെ നേരെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുമ്പിലോട്ട് കൊണ്ടെത്തിച്ച്. ഒരു ടാറ്റയും കൊടുത്ത് ഓപ്പറേഷൻ തിയേറ്റർക്ക് പോയത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ കണ്ണ് തുറക്കുമ്പോൾ വയറിൽ ഒരു 3 തുള ഇട്ട് വെച്ചേക്കുന്നു. ഇത് വയറ് കീറിയുള്ള ഒരു ഓപ്പറേഷൻ അല്ല, ഇത് കമ്പ്യൂട്ടർ ഓപ്പറേഷൻ ആയതുകൊണ്ടാണ് ഈ 3 തുളയിൽ ഒതുങ്ങിയത്. അല്ലെങ്കിൽ ഒരു വലിയ വയർ ഒരു കീറി എടുത്തേനെ. ഈ സിറ്റുവേഷനിൽ ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ അച്ഛനും അമ്മേനെ റീപ്ലേസ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല, അവരാർക്കും. സോ നിങ്ങളുടെ അച്ഛനും അമ്മ ഇപ്പൊ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെ സന്തോഷിപ്പിക്കുക, അവരെ ചിരിപ്പിക്കുക. അവരായിരിക്കും നിങ്ങളുടെ വേസ്റ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ കൂടെ എപ്പോഴും കാണുന്നത്. സോ അവരെ ഹാപ്പി ആക്കാം മാക്സിമം. ഓപ്പറേഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ആൾക്കാർ വരവങ്ങ് തുടങ്ങി. ഫുള്ള് ഫാമിലിക്കാരെല്ലാവരും എത്തി എന്നെ കാണാൻ. എത്രയെല്ലാം തളർത്താൻ നോക്കിയാലും ഞമ്മ തളരൂല എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് ഡ്രസ്സിലിട്ട് ഞാമെല്ലാം നടക്കാൻ പുറത്തിറങ്ങി. അപ്പോഴത്തേനും ഡോണും ബട്ടും എല്ലാം കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടുവന്നിന്. ആ കൊണ്ടുവന്ന സാധനം എല്ലാം അവരെന്നെ തിന്ന് തീർത്ത് അവർ പോയി. അപ്പോഴത്തേനും ഡോക്ടർ വന്ന് ആ ഇട്ടിട്ടുണ്ടായ പൈപ്പെല്ലാം ഊരി എടുത്തിട്ട് ഇനി നേരെ പറ്റുക്ക് പോന്ന് പറഞ്ഞു. കയ്യിൽ ഫിറ്റ് ആക്കിയിട്ടുണ്ടായ സാധനം എല്ലാം സിസ്റ്റർ ഊരിക്കൊണ്ട് പോയി. ഈ 2 സിസ്റ്റർമാരും പിന്നെ വേറെ കുറെ സിസ്റ്റർമാരാണ് എന്നെ നോക്കിയത്. പിന്നെ ഹോസ്പിറ്റലിന്റെ കുറെ ആൾ നമ്മളെ നോക്കാനെല്ലാം പറ്റുന്നുണ്ട്. എല്ലാവർക്കും താങ്ക് യു. അപ്പൊ ഹോസ്പിറ്റലിൽ ഒരു ബായും കൊടുത്ത് നമ്മൾ തിരിച്ച് അങ്ങനെ പുരയ്ക്ക് എത്തിയിട്ടാകുമ്പോൾ നാട്ടുകാർ മൊത്തം പോരലുണ്ട്. ഫുൾ നാട്ടുകാർ പോരലുണ്ട്. അപ്പൊ ഞാനിപ്പോ സേഫ് ആണ് ഗൈസ്, ഓൾ ഗുഡ്. എല്ലാം റിക്കവറി ആയി വരുന്നുണ്ട്. ഞാൻ ചത്താലും വീഡിയോസ് ആയിട്ട് വന്നോണ്ടുണ്ടാവും. അതിന് ഒരു മുടക്കം കാണൂല. ഓക്കെ ബൈ.